2025 ജൂബിലി വർഷത്തിന് മുന്നോടിയായി ഫ്രാൻസിസ് പാപ്പ ഈ വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വർഷത്തോടനുബന്ധിച്ച് പ്രാർത്ഥനാ സഹായി പ്രസിദ്ധീകരിച്ച് വത്തിക്കാൻ. ടീച്ച് അസ് ടു പ്രേ എന്ന് പേരിട്ടിരിക്കുന്ന പ്രാർത്ഥനാ സഹായി ഇറ്റാലിയൻ ഭാഷയിലാണ് പുറത്തിറക്കിയത്. സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി തയ്യാറാക്കിയ പ്രാർത്ഥനാ സഹായിയുടെ തർജ്ജമ പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, പോളിഷ് ഭാഷകളിൽ ലഭ്യമാക്കും. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്നാണ് പ്രാർത്ഥനാ സഹായിയുടെ പേര് തിരഞ്ഞെടുത്തത്. ഫ്രാൻസിസ് പാപ്പായുടെ പ്രബോധനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയെ ദൈവവുമായുള്ള സംവാദമാക്കി മാറ്റാനുള്ള ഊർജിതമായ ക്ഷണമാണ് പ്രാർത്ഥനാ സഹായി എന്ന് ഡിക്കാസ്റ്ററി വ്യക്തമാക്കി. യുവാക്കൾക്കും സന്യസ്തർക്കും മതബോധനം നടത്തുന്നവർക്കുമടക്കം പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന പ്രത്യേക ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 ജനുവരി 21 ഞായറാഴ്ചയാണ് പ്രാർത്ഥനാ വർഷത്തിന് തുടക്കമായത്. ദൈവത്തെ ശ്രവിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കാനുള്ള ആഗ്രഹം വീണ്ടെടുക്കാൻ ഫ്രാൻസിസ് പാപ്പായാണ് പ്രാർത്ഥനാ വർഷം പ്രഖ്യാപിച്ചത്.